ഇന്ന് നമുക്ക് നമ്മുടെ ഗൃഹോപകരണങ്ങൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യമായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടതെന്ന് നോക്കാം. വാഷിംഗ് മെഷീൻ നമ്മൾ സാധാരണ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ പുറഭാഗം മാത്രമാണ് ക്ലീൻ ചെയ്യാറുള്ളത്. പക്ഷേ അതിൻ്റെ ഉൾഭാഗവും നമ്മൾ ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. കാരണം നമ്മൾ വാഷിംഗ് മെഷീനിൽ ഉൾഭാഗത്ത് ആ റബ്ബർ ഭാഗത്ത് ഓരോ പ്രാവശ്യം വാഷ് ചെയ്ത് കഴിയുമ്പോഴും കുറച്ച് വെള്ളം അവിടെ കിടക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അന്നേരം നമ്മൾ കുട്ടികളുടെ ഡ്രസ്സുകൾ വാഷ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് UTI, സ്കിൻ അലർജി അതുപോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ആ വാഷർ എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടതെന്ന് ആദ്യമായിട്ട് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളത്തിൽ 1/4 കപ്പ് വിനെഗറും 2 സ്പൂണ് ബേക്കിംഗ് സോഡയും ഒഴിച്ചിട്ട് വെള്ളം എടുക്കുമ്പോൾ ചെറിയ ചൂടുവെള്ളം എടുക്കണം. എന്നിട്ട് നമുക്ക് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു തുണി എടുത്തിട്ട് ആ തുണി കൊണ്ട് ആ റബ്ബർ നമ്മൾ 2 or 3 പ്രാവശ്യം നന്നായിട്ട് തുടച്ചെടുക്കുക. അന്നേരം ആ റബ്ബറിലുള്ള അഴുക്കെല്ലാം നമുക്ക് തുടച്ച് എടുക്കാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു പ്ലെയിൻ വാട്ടറിലും നമുക്ക് തുണി മുക്കി അത് തുടച്ചെടുക്കാം. പിന്നെ നമുക്ക് ഓരോ വാഷ് കഴിയുമ്പോഴത്തേനും ഓരോ പ്രാവശ്യം നമ്മൾ തുണി അലക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമുക്ക് ഒരു നനഞ്ഞ തുണിയിൽ ഈ റബ്ബറിൻ്റെ ആ ഭാഗം തുടച്ചെടുക്കുകയാണെങ്കിൽ അവിടെ വെള്ളമില്ലാതെ ഡ്രൈ ആക്കി നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് വാഷിംഗ് മെഷീൻ്റെ നമ്മൾ ഡിറ്റർജൻറ്റ് ഇടുന്ന നമ്മുടെ ആ ട്രേ ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിനും ഈ സെയിം മിശ്രിതം തന്നെ മതി. നമുക്ക് ആ ട്രേ ചില വാഷിംഗ് മെഷീനിൽ നമുക്കത് വെളിയിലോട്ട് എടുക്കാവുന്നതാണ്. പക്ഷെ ചില വാഷിംഗ് മെഷീനിൽ നമുക്കത് എടുക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ആ മിശ്രിതം കൊണ്ട് നമ്മൾ ചെറിയ ബ്രഷ് ഉപയോഗിച്ച് നമ്മുടെ പല്ല് തേക്കുന്ന ചെറിയ ബ്രഷ് ഉപയോഗിച്ച് അത് ആ ട്രേയും നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്ത് പുറത്തെടുക്കാമെങ്കിൽ അത് ബേസിനിൽ വെച്ച് നമുക്ക് നന്നായിട്ടത് വാഷ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് വാഷിംഗ് മെഷീൻ്റെ ലെഫ്റ്റ് സൈഡിൽ കോർണറിൽ നമ്മൾ വാഷ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ഡ്രസ്സിൽ എന്തെങ്കിലും ബട്ടൺസ് ഉണ്ടെങ്കിലോ അതുപോലെ തന്നെ എന്തെങ്കിലും കോയിൻസ് ഉണ്ടെങ്കിലോ വന്ന് വീഴാനായിട്ട് ഒരു ഭാഗമുണ്ട്. ആ ഭാഗം നമുക്ക് തുറക്കാം. തുറന്നു കഴിഞ്ഞാൽ അതിനകത്തൊരു ചെറിയൊരു പൈപ്പ് പോലെ ഇതുണ്ട്. ആ പൈപ്പ് ഓപ്പൺ ചെയ്ത് അതിനകത്തുള്ള ചീത്ത വെള്ളം നമുക്ക് കളയാം. അത് കഴിഞ്ഞിട്ട് അത് തുറന്നിട്ട് അതിനകത്ത് കോയിൻസോ ബട്ടൺസോ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് ഈ സെയിം മിശ്രിതം കൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാവുന്നതാണ്. അതുകൂടാതെ നമുക്ക് ആ വാഷിംഗ് മെഷീൻ്റെ ബാക്ക് സൈഡിൽ ഒരു ഫിൽറ്റർ ഉണ്ട്. ആ ഫിൽറ്റർ നമുക്ക് തുറന്നിട്ട് ഇതുപോലെ തന്നെ നമുക്ക് അതും നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വാഷിംഗ് മെഷീൻ്റെ ഉൾഭാഗം എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഉൾഭാഗം ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം അതിനകത്ത് വിനെഗർ ഒരു 1/2 കപ്പ് വിനെഗർ നമുക്ക് വാഷിംഗ് മെഷീൻ്റെ ഉള്ളിൽ ഒഴിക്കാം. അതുകൂടാതെ 2 സ്പൂണ് ബേക്കിംഗ് സോഡ നമുക്ക് നമ്മൾ ഡിറ്റർജൻറ്റ് ഇടുന്ന ആ ട്രേയിൽ 2 സ്പൂൺ ബേക്കിംഗ് സോഡ ഇടുക. പിന്നെ 1 കപ്പ് വെള്ളം ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് സാധാരണ വാഷിംഗ് മെഷീൻ ക്വിക്ക് വാഷിൽ നമുക്ക് ഇട്ടിട്ട് ടെമ്പറേച്ചർ നമുക്ക് ഒരു 40 ഡിഗ്രി ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്ത് ക്വിക്ക് വാഷിലിട്ട് ഒരു സൈക്കിൾ മുഴുവനും വാഷിംഗ് മെഷീൻ നമുക്ക് കറക്കി അത് നമുക്ക് നന്നായിട്ട് അതിൻ്റെ ഉൾഭാഗവും നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കാവുന്നതാണ്. അതുകൂടാതെ തന്നെ നമുക്ക് വാഷിംഗ് മെഷീന് നമ്മൾ ഓരോ വാഷ് കഴിഞ്ഞിട്ടും നമുക്കൊരു 15 മിനിറ്റ് അത് തുറന്നിടുവാണെങ്കിൽ നമുക്ക് ആ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലുള്ള സ്മെല്ല് നമുക്ക് പോയി കിട്ടും. അതുകൂടാതെ നമുക്ക് വാഷിംഗ് മെഷീൻ്റെ പുറം ഭാഗം നമ്മൾ ക്ലീൻ ചെയ്യണമെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ ഈ വെള്ളത്തിൽ അതിൻ്റെ കൂടെ ഒരു 2 or 3 ഡ്രോപ്പ് ഡിഷ് വാഷും കൂടെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് വാഷിംഗ് മെഷീൻ്റെ പുറം ഭാഗം നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു തുണിയിൽ പ്ലെയിൻ വാട്ടറിൽ ബാക്കി നമുക്ക് നന്നായിട്ട് വാഷിംഗ് മെഷീൻ്റെ പുറഭാഗവും നന്നായിട്ട് നമുക്ക് തുടച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ വാഷിംഗ് മെഷീൻ ക്ലീനായി. അടുത്തതായിട്ട് നമ്മുടെ ഫ്രിഡ്ജ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഫ്രിഡ്ജ് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ആദ്യം ഫ്രിഡ്ജിലെ സാധനങ്ങളെല്ലാം എടുത്ത് വെളിയിൽ മാറ്റി ഫ്രിഡ്ജ് കാലിയാക്കുക.
എന്നിട്ട് അതിൽ ഓരോ ട്രേകൾ നമ്മൾ പുറത്തെടുത്ത് നമുക്ക് ഇതേ മിശ്രിതത്തിൽ തന്നെ നമുക്ക് ബേസിനിൽ വെച്ച് നമുക്കത് വാഷ് ചെയ്ത് ബ്രഷ് ഉപയോഗിച്ച് നമുക്കത് വാഷ് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഫ്രീസർ ആണെങ്കിലും ഫ്രീസറും നമുക്ക് ഇതുപോലെ തന്നെ ഒരു തുണി ഉപയോഗിച്ച് ഈ മിശ്രിതത്തിൽ മുക്കി തുണി ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് അവിടെ ഡോറും ഫ്രീസറും എല്ലാം നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്ലെയിൻ വാട്ടറിൽ തുണി മുക്കി ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കേണ്ടതുണ്ട്. അത് ട്രേ നമ്മൾ നന്നായിട്ട് തുടച്ചിട്ട് ട്രേ തിരിച്ചു വെച്ചതിന് ശേഷം നമ്മൾ വെജിറ്റബിളൊക്കെ വെക്കുന്നതിന് മുമ്പ് നമ്മുടെ ടേബിൾ മാറ്റ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വെജിറ്റബിളോ അതുപോലെ ഭക്ഷണങ്ങളോ എന്തെങ്കിലും വെക്കുവാണെങ്കിൽ എപ്പോഴും നമ്മൾ അത് ഫ്രിഡ്ജിൻ്റെ ട്രേകൾ എടുത്ത് കഴുകേണ്ട കാര്യമില്ല. ഈ ടേബിൾ മാറ്റ് എടുത്തിട്ട് അതിലാണല്ലോ എന്തെങ്കിലും പറ്റുന്നത് അത് നമുക്ക് കഴുകി വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഫ്രീസറിലാണെങ്കിൽ നമ്മൾ വെക്കുമ്പോൾ ഒരു പ്ലാസ്റ്റിക് ഷീറ്റോ എന്തെങ്കിലും ഇട്ടതിന് ശേഷം പ്ലാസ്റ്റിക് കൂടെ എന്തെങ്കിലും ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ മീനോ ഇറച്ചിയോ ഒക്കെ വെച്ച് കഴിഞ്ഞുവാണെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം ക്ലീൻ ചെയ്യുമ്പോൾ ആ കൂടെ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് എളുപ്പമുണ്ട് നമുക്ക്. അതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ പുറംഭാഗം ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ ഈ മിശ്രിതത്തിനകത്ത് 2 ഡ്രോപ്പ് ഡിഷ് വാഷും കൂടെ എടുത്തിട്ട് നമുക്ക് ഒരു സ്പോഞ്ചും കൊണ്ട് ഫ്രിഡ്ജിൻ്റെ പുറം ഭാഗം മുഴുവനും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഒരു തുണിയിൽ വെള്ളത്തിൽ മുക്കിയിട്ട് അത് ഫ്രിഡ്ജിൻ്റെ പുറം ഭാഗം നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെയാണ് നമുക്ക് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യേണ്ടത്. അടുത്തായിട്ട് നമ്മുടെ മൈക്രോവേവ് എങ്ങനെയാണ് നമുക്ക് ക്ലീൻ ചെയ്യേണ്ടതെന്ന് നോക്കാം. മൈക്രോവേവിൻ്റെ അകത്ത് നമ്മൾ ഭക്ഷണങ്ങളെല്ലാം ചൂടാക്കി കഴിയുമ്പോൾ അതിങ്ങനെ തെറിച്ചിട്ട് അതിനകത്ത് ഒത്തിരി അടുക്കുകൾ കാണും. അത് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയൊരു പാത്രത്തിനകത്ത് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. അതുകൂടാതെ ഒരു നാരങ്ങ മുറിച്ച് 2 കഷ്ണമാക്കി അതിനകത്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ 1 മിനിറ്റ് അതൊന്ന് ജസ്റ്റ് ബോയിൽ ആവുന്നത് വരെ 1 മിനിറ്റ് നമ്മളത് തിളപ്പിക്കുക. എന്നിട്ട് നമ്മൾ ആ മൈക്രോവേവ് അടച്ചു വെച്ചതിന് ശേഷം 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മളത് തുറന്ന് നമ്മൾ ഒരു സ്പോഞ്ചും കൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്യുവാണെങ്കിൽ അതിനകത്ത് പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കെല്ലാം പോയി കിട്ടും. അത് അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ 1/2 കപ്പ് വെള്ളം എടുക്കുക. അതിനകത്ത് ഒരു 1/4 കപ്പ് വിനാഗിരി നമ്മൾ എടുത്തിട്ട് അതുപോലെ തന്നെ നമ്മൾ മൈക്രോവേവിൽ വെച്ച് കഴിഞ്ഞിട്ട് അത് ബോയിലായി കഴിയുമ്പോഴത്തേനും ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് 1 മിനിറ്റ് കൊണ്ട് ബോയിൽ ആവുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് പിന്നെയും തുറന്ന് സെയിം തന്നെ നമുക്കൊരു സ്പോഞ്ചും കൊണ്ട് നമുക്ക് അതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ഈ 2 രീതിയിലും നമുക്ക് മൈക്രോവേവ് ക്ലീൻ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ മൈക്രോവേവിൻ്റെ പുറംഭാഗം ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ വിനെഗറും സെയിം തന്നെ സൊല്യൂഷൻ നമ്മൾ ഫ്രിഡ്ജും വാഷിംഗ് മെഷീൻ്റെയും പുറംഭാഗം ക്ലീൻ ചെയ്തതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ നമ്മുടെ മൈക്രോവേവിൻ്റെയും പുറംഭാഗം നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ മിക്സി എങ്ങനെ ക്ലീൻ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. മിക്സിയുടെ നമ്മൾക്ക് സാധാരണയായിട്ട് നമ്മൾ ആ ജാറിൻ്റെ അടിഭാഗം നമ്മളങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. അതിൻ്റെ അടിഭാഗത്ത് നല്ല അഴുക്കുകൾ കാണും. ആ അടിഭാഗം നമുക്ക് കുറച്ച് വിനാഗിരിയും കുറച്ച് ബേക്കിംഗ് സോഡയും ഒഴിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നമ്മളത് വെക്കണം. വെച്ചതിന് ശേഷം നമ്മുടെ ചെറിയൊരു ബ്രഷ് ഉപയോഗിച്ച് പല്ല് തേക്കുന്ന ചെറിയൊരു ബ്രഷ് ഉപയോഗിച്ച് അത് നന്നായിട്ട് നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതുകൂടാതെ തന്നെ മിക്സി തന്നെ നമുക്ക് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും വിനാഗിരിയും അതിൻ്റെ കൂടെ ഡിഷ് വാഷും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെറിയൊരു ബ്രഷ് ഉപയോഗിച്ച് മിക്സിയും നന്നായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് എടുക്കാവുന്നതാണ്. ചെറിയ വിടവ് കൂടെ എല്ലാം നമുക്ക് ചെറിയ ബ്രഷ് വെച്ച് അത് നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാവുന്നതാണ്. നമ്മുടെ കുക്കിംഗ് റേഞ്ച് സ്റ്റൗ എങ്ങനെ ക്ലീൻ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഈ സെയിം നമ്മൾ ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ച ആ സെയിം സൊല്യൂഷൻ ഉണ്ടല്ലോ, ആ സൊല്യൂഷൻ തന്നെ നമുക്ക് നമ്മുടെ കുക്കിംഗ് റേഞ്ചിൻ്റെ അവിടെ ജസ്റ്റ് ഒഴിച്ച് ഒരു 5 മിനിറ്റ് സമയം നമ്മൾ അത് അങ്ങനെ ഒഴിച്ചിടുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബർണറും അതെല്ലാം നമുക്ക് റിമൂവ് ചെയ്തതിന് ശേഷം ബർണർ നമുക്ക് ഇതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും വിനാഗിരിയും വെള്ളവും മിക്സ് ചെയ്തിട്ട് അതിനകത്ത് ബർണർ ഒരു 15 മിനിറ്റ് അതിനകത്ത് ഇട്ട് വയ്ക്കുക. അപ്പോൾ അതിനകത്ത് ആ ഹോളും അല്ല അടഞ്ഞിരിപ്പുണ്ടെങ്കിൽ അതൊക്കെ
അതൊക്കെ നമുക്ക് വൃത്തിയാവാനായിട്ട് ഒരു 10-15 മിനിറ്റോ അത് ബർണർ അതിനകത്ത് ഇടുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയ ബ്രഷും കൊണ്ട്, നമ്മൾ പല്ല് തേക്കുന്ന ചെറിയ ബ്രഷും കൊണ്ട് നമുക്കത് ക്ലീൻ ചെയ്ത് എടുക്കാവുന്നതാണ്. അതുപോലെ ഇത് ഒരു 5-10 മിനിറ്റോ നമ്മൾ ഇങ്ങനെ ഈ സൊല്യൂഷൻ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു സ്പോഞ്ച് ഉപയോഗിച്ച് നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാം. നമ്മൾ ആ സ്റ്റീലിൻ്റെ സാധനം കൊണ്ട് ക്ലീൻ ചെയ്യുവാണെങ്കിൽ നമ്മുടെ അവിടെ എല്ലാം പോറൽ വിടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സ്പോഞ്ച് കൊണ്ട് നമ്മളത് ക്ലീൻ ചെയ്യണതാണ് നമുക്ക് അത് നല്ലത്. അത് കഴിഞ്ഞ് ക്ലീൻ ചെയ്തതിന് ശേഷം ബർണർ ആണെങ്കിലും നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്കത് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ കെറ്റിൽ എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. കെറ്റിൽ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് ഇങ്ങനെ വെളുത്ത ഒരു ഇതുപോലെ സാധനങ്ങളൊക്കെ കാണാറുണ്ടല്ലോ. കെറ്റിൽ കുറേ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1/4 ഗ്ലാസ് വിനാഗിരി ഒഴിക്കാം. പിന്നെ ഒരു 1-2 ഗ്ലാസ് ആ കോയിൽ മൂടി കിടക്കുന്ന ഒരം വരെ നമുക്ക് വെള്ളം ഒഴിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കത് സാധാ നമ്മൾ തിളപ്പിക്കുന്നത് പോലെ കെറ്റിൽ തിളപ്പിക്കുക. കെറ്റിൽ തിളപ്പിച്ച് കഴിഞ്ഞിട്ട് സാധാരണ നമുക്കത് രാത്രിയിൽ അങ്ങനെ തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞ് രാവിലെ കളയുവാണെങ്കിൽ നല്ലത്. അല്ലെങ്കിൽ ഒരു 15-20 മിനിറ്റ് നമ്മളത് വെച്ചതിന് ശേഷം നമുക്കത് കളയാം. അത് കഴിഞ്ഞിട്ട് കെറ്റിലിൻ്റെ അകഭാഗം നമ്മൾ ബ്രഷ് വെച്ച് നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലെയിൻ വാട്ടർ ഉപയോഗിച്ചിട്ട് നമ്മളത് ഒന്നും കൂടെ ബോയിൽ ചെയ്ത് കളയേണ്ടതുണ്ട്. അല്ലെങ്കിൽ അത് വിനാഗിരിയുടെ ആ ടേസ്റ്റ് നമ്മുടെ വെള്ളം ബോയിൽ ചെയ്യുമ്പോഴത്തേനും ഉണ്ടാകും. അങ്ങനെ ക്ലീൻ ചെയ്യുമ്പോഴത്തേനും കെറ്റിലിൻ്റെ ആ സാധനങ്ങളെല്ലാം പോയി കെറ്റിൽ നന്നായിട്ട് നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടും. ഇനി അടുത്തായിട്ട് നമ്മുടെ ഫ്ലാസ്ക് എങ്ങനെയാണ് ക്ലീൻ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഫ്ലാസ്ക് ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഒരു 5 സ്പൂൺ വിനാഗിരി നമുക്ക് ഫ്ലാസ്കിനകത്ത് ഒഴിക്കാം. പിന്നെ നല്ല തിളച്ച വെള്ളം അതിനകത്ത് ഒഴിക്കുക. എന്നിട്ട് 1 മണിക്കൂർ നമ്മൾ ആ ഫ്ലാസ്ക് വെച്ചതിന് ശേഷം വെള്ളം കളഞ്ഞ് നമുക്കത് കഴുകിയെടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഫ്ലാസ്കിനകത്തുള്ള ബാഡ് സ്മെല്ലെല്ലാം പോയി ഫ്ലാസ്ക് നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ച് അറിവുകൾ നിങ്ങൾക്ക് ചിലർക്കൊക്കെ അറിയാൻ പാടില്ലാത്തതായിരിക്കും, അറിവ് കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരു അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി.